അപ്പോൾ ഇന്ന് ആക്ച്വലി എൻ്റെ റിസർച്ചിൻ്റെ ഓറൽ എക്സാമിനേഷനായിരുന്നു. സോ ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും വിചാരിച്ചു കുറച്ച് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് എവിടെയെങ്കിലും പോയാലോ എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ജോർജിയയിൽ എല്ലാവരും പോയി കണ്ട നമ്മുടെ ലാവൻഡർ ഫീൽഡ് കാണാൻ. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. സോ മോർണിംഗ് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചു. സോ വഴിയിൽ നിന്ന് കൃഷ്ണേന്ദുവിനെ പൊക്കണം, ദെൻ മെട്രോ എടുക്കണം, വർക്കത്തലി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെയാണിത് വരുന്നത്. ഇതേതോ പാർക്കിൻ്റെ അകത്താണ്. എനിക്ക് എക്സാക്ട്ലി പാർക്കിൻ്റെ പേര് അറിയത്തില്ല, ഞാൻ മെൻഷൻ ചെയ്യാം. സോ അവിടെയാണ് പോകുന്നത്. ബസ് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 45 minutes ആയി. ഇതുവരെ ഞാൻ എത്തേണ്ട സ്ഥലത്തെത്തിയിട്ടില്ല. സോ എനിക്ക് ഒന്ന് കോളേജിൽ നിന്ന് വരുമ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നാണെന്നെങ്കിൽ ഡയറക്റ്റ് ഒരു ബസ്സുണ്ട്, ഡയറക്റ്റ് വർക്കത്തേക്ക് പോകും. ഇതിപ്പോൾ കോളേജിൽ നിന്ന് വരുന്നതുകൊണ്ട് നല്ല ഡിലേ ആവുന്നുണ്ട്. ഞാൻ എത്തിയിട്ടില്ല. കൃഷ്ണേന്ദു എത്തിയത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ക പോற? பெரிய பெரிய காடு தாண்டி, கடலை தாண்டி, மலையெல்லாம் தாண்டி தூரமா போறேன். ഫൈനലി ഞാൻ വർക്കത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി കൃഷ്ണേന്ദുവിനെ കണ്ടുപിടിക്കണം, അതാണ് ടാസ്ക്. നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നമുക്കിനി ഒരു 346 എന്ന് പറയുന്ന ബസ്സിന് വേണ്ടി വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ബസ്. വരുമായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. വിശന്ന് ചാവണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ഫുഡ് മേടിച്ചു. ഞങ്ങൾ കുറേ നടന്നു. അതെ, ഞങ്ങൾ ഇവിടുത്തെ ഒരു ജോർജിനോട് ചോദിച്ച് എൻട്രൻസ് എവിടെയാണ്. അയാൾ പറഞ്ഞ് പാർക്ക് ചെയ്യില്ല. അറ്റ്ലാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന് അങ്ങ് പോയത്. സോ ഇതാണ് പാർക്ക്. ഇതിൻ്റെ അകത്താണ് ഇവർ പറയുന്നത്. എന്താ ലാവൻഡർ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. പാർക്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഈറ്റിംഗ് ഫുഡ്. മുഖ്യം വിശക്കണ്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണ്. കൃഷ്ണേന്ദു കഴിക്കുന്നതിന് ഈഗർലി നോക്കി കൃഷ്ണേന്ദു തിരിഞ്ഞിരി കൊടുത്തു. ഞങ്ങള് അതിനെ സമ്മതിക്കില്ല. താഴെ വെച്ചാൽ മതി. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ്. എന്നിട്ട് അവിടെ ആയിട്ട് എന്താ ലാവൻഡർ ഉണ്ടെന്ന് കേട്ടു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് നമ്മൾ നടക്കുകയാണ്. സോ
സോ ഇവരിങ്ങനെ ഒരു കുഞ്ഞി കുഞ്ഞി കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടെ വീഴാതെ നടക്കണം. ക്യൂട്ട്നെസ് കാണിക്കുന്നുണ്ട്. ജനയിലെ ഒരു കുഞ്ഞരീതിയാണെന്ന് തോന്നുന്നു. ചൈൽഡിന് പോകുന്നു തൊത്തി അത് നാശത്തിലേക്ക് അതിന്റെ പോക്ക്. കുറച്ച് സാധനങ്ങൾ അവിടെ കാണാനുണ്ട്. ഫ്ലൈറ്റ് കാണാത്തൊരു കൊച്ചിനെ അതാ അത്ര അതപ്പതിച്ച് പോയിട്ടില്ല വേറെ. എടാ 5 മിനിറ്റ്സ്. ഉഴകളും ലഹരിയും ഭൂമി സുന്ദരം. ആ സ്ക്രീൻ തന്നെയല്ലേ ഉണ്ടാക്കി. നല്ലൊരു ഷോട്ടായിരുന്നു. മാറിപ്പോകും സാധനങ്ങളൊന്നും. അപ്പോൾ ഗൈസ് ഒരു കിടില യാത്രയായിരുന്നു. അതെ നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഭയങ്കര പറയാനായിട്ടൊന്നുമില്ല. ഒരു ഫ്ലവർ ഫീൽഡ് ഉണ്ട്, കുറച്ച് ഫോട്ടോസ് എടുക്കാം, സമാധാനമുണ്ട്, നല്ല സമാധാനമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമില്ല കേട്ടോ. ഭയങ്കര സമാധാനം, ഒരു മനുഷ്യൻ തിരക്കത്തില്ല. പിന്നെ നല്ല കാറ്റ്, വ്യൂ പോയിന്റ്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ശാന്തത വേണമെങ്കിൽ ഇവിടെ വരാം. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാനുള്ള ബസ്സിൽ കയറി. ഇനി ഉറക്കത്തിൽ സെയിം പ്രോസസ് 45 മിനിറ്റ്സ് കൂടുതൽ എടുക്കും. ട്രാഫിക്കും കൂടെ ഉണ്ടെങ്കിൽ ഓടി. ഓക്കെ, ഇവര് നടന്നു ചാവും കിട്ടും. കം വിത്ത് വാട്ടർ ബോട്ടിൽ ആൻഡ് വാട്ടർ ആൻഡ് ഫുഡ് മുഖ്യം. ഇല്ലെങ്കിൽ അവിടെ തളർന്നു വീഴും. ദർ ഇസ് നോ ഷോപ്പ്. ദർ ഇസ് വൺ ഷോപ്പ് ദയർ, ബട്ട് അത് വലിയ യൂസ് ഒന്നുമില്ല. സോ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവരിക. വാഷ്റൂമും ഇല്ല കേട്ടോ ഗൈസ്. സോ അതൊക്കെ കരുതിയിട്ട് വരിക. ദെൻ എനിക്ക് തോന്നുന്നത് ഫ്ലവേഴ്സിന് ഒരു മാക്സിമം ഒരു 15 days 20 days ഒക്കെ കാണുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കാണുമെന്ന് തോന്നില്ല. സോ മാക്സിമം ഇവിടെ ഉള്ളവർ വന്ന് കാണാൻ നോക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം